പടം നല്ല ഒരു ഫാമിലി കോമഡി എൻ്റർടൈനറാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വെച്ചിട്ട് ഭയങ്കര ലൗഡായിട്ടുള്ള കോമഡിയല്ല, എന്നാൽ എവറി മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒട്ടും ലാഗില്ലാത്ത ബോറടിപ്പിക്കാത്ത ആ ഒരു ഇത് വളരെ ഫീൽ ഗുഡ് മൂവി. നല്ല സൂപ്പർ പടം. എങ്ങനെയുണ്ട് ലാലേട്ടൻ? സൂപ്പർ എന്ന് പറഞ്ഞാൽ അധികം ബോഡിയൊക്കെ നല്ല റിഫൈനായിട്ട് നല്ല ഫ്രഷ് ലുക്കാണ്. തുടരും നല്ല വേറൊരു ഹൈപ്പ് മാസ് മസാല മൂവിയാണെങ്കിൽ ഇത് വേറൊരു ജോണറാണ്. ഈ ജോണറിൽ ഗംഭീര പെർഫോമൻസ്. സംഗീത് പ്രതാപും ലാലേട്ടനായിട്ടുള്ള കോംബോ അടിപൊളി. ജഗതി, ശ്രീകുമാറും മോഹൻലാലും ആയിട്ടുള്ള കിലുക്കത്തിലേക്ക് കോംബോ ഇല്ലേ, അതേപോലെ നല്ല കോംബോ. മോഹൻലാലിന് എപ്പോഴും കോംബോ നന്നായിട്ട് വർക്കാവുള്ളൂ. അതേപോലെ ഒരു സൂപ്പർ നല്ല ഒരു കോംബോ. എൻ്റർടൈനറാണ് എന്ന് പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു പോകുന്ന ആ ഒരു ഇത്, അല്ലാതെ ഫീലാവുന്നതല്ല. ഇതുവരെ നല്ല ഒരു ഫീൽ ഗുഡ് മൂവി, നല്ല എൻ്റർടൈനറാണ്. ചിരിച്ച് ഫൺ എൻ്റർടൈൻമെൻ്റാണ്. ഓണം ഇങ്ങെടുക്കും. പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? പാട്ട് ഒരു ഹിന്ദി സോങ്ങും പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. കുഴപ്പമില്ല, ഇതുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്നതാണ്. രക്ഷയില്ല കേട്ടോ, തിരുവോണം തൂക്കി. ഇനിയിപ്പോൾ ആരും നോക്കണ്ട, കാരണം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫാമിലി എൻ്റർടൈനർ, ഫുള്ളി കോമഡി. നമ്മൾ വല്ലാത്തൊരു എക്സ്പെക്റ്റേഷനിലാണ് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കാൻ പോകുന്നത്. അത്രത്തോളം, കാരണം ഒരുപാട് പേര് ചോദിച്ച് ഹൈപ്പൊന്നും കൊടുക്കാൻ പോയില്ല. ലാലേട്ടൻ എന്ന ബ്രാൻഡിന് എന്ത് ഹൈപ്പാണ്, ആ പേര് തന്നെയാണ് മലയാളികളുടെ വല്യേട്ടൻ്റെ ആ ഒരു, അതിനേക്കാൾ ഒരു ഹൈപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. തിരുവോണം ബമ്പർ പൊട്ടിച്ചിട്ടുണ്ട്. ബാലൻസ് വെയിറ്റ് ആൻഡ് സീ. 8 അതിനൊക്കെ ഒരു വേണമെങ്കിൽ നമുക്കൊരു 64 പണിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. കാരണം എന്നറിയാവോ, ഇനി മുട്ടാൻ നോക്കണ്ട, കിട്ടില്ല. കാരണം എന്നറിയാവോ, എത്രത്തോളം പ്രെഡിക്റ്റ് ചെയ്യാത്ത അത്രത്തോളം നിലയിലേക്ക് ഇത് ബമ്പർ റേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മതി, സെക്കൻഡ് ഹാഫ് കാണേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. മുതലായി ഇനി നമുക്ക് കാണാം. ചേട്ടാ ഒരു ഫീൽ വരുന്നുണ്ടോ പടം? വല്ലാത്തൊരു ഫീൽ മീൻസ് ആൻഡ് സ്ലോ. നമുക്ക് ഒരു സത്യനന്ദിക്കാടിൻ്റെ ആ ഒരു ടച്ച് ഇതിനകത്ത് എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ലാലേട്ടൻ്റെ ആ ഒരു ആക്ടിങ്, സപ്പോർട്ടർ ആക്ടർ. കാരണം എസ്പെഷ്യലി എടുത്തു പറയാവുന്ന കോമഡി ആക്ടേഴ്സ് അതിൻ്റെ കൂടെ ഉണ്ടാവുന്നതിന് നമ്മൾ ആരെയും ഒരാളെ മാത്രം എടുത്ത് പറയുന്നില്ലല്ലോ. ഒരു പടത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ആ പടത്തിലേക്ക് വരുന്ന എല്ലാ ഏരിയയുമാണ്, എൻറ്റയർ ഏരിയ. എസ്പെഷ്യലി സത്യൻ്റെ ഡയറക്ഷൻ ഓൾസോ ഓക്കെയാണ്, നമ്മുടെ സിദ്ദീഖിൻ്റെ ആക്ടിങ് ഓക്കെയാണ്, നല്ല കോമഡി വരുന്നുണ്ട്. സംഗീത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഓരോ എൻട്രിങ്ങും എല്ലാവരും കോമഡി ആയിരുന്നു. എല്ലാ സീനും കൈയടിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ വരവേൽച്ചിരിക്കുന്നത്, യാതൊരു സംശയമില്ല. ഒരു ബമ്പർ ഹിറ്റ്. ഓക്കെ, നമുക്കിനിയിപ്പം ക്യാമിയ റോളിൽ 2 പേര് വരാൻ എൻട്രിയും കൂടെ ഇതിൽ നോക്കുന്നുണ്ട്. ലാലേട്ടൻ ഫുള്ളി പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. വെറും ഒരു ഹൈപ്പില്ലാതെ വന്ന് ഇത്തരത്തിലൊക്കെ മലയാള സിനിമയിൽ ഞെട്ടിക്കാൻ സാധിക്കുന്ന ഒരു ആക്ടറാണ്. ഇന്നും ആ ചരിഞ്ഞ തോളിലാണ് മലയാള ഇൻഡസ്ട്രി നിൽക്കുന്നത് എന്നുള്ളത് ഓർത്താൽ നന്ന്. കാരണം ഈ ഓണം ഇനി ആരും നോക്കണ്ട.